കേരളം വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. ഇതേപ്പറ്റി എത്ര ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുന്നു എന്ന് ആലോചിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ദേശീയപാത 66 വികസനത്തിൻ്റെ ഭാഗമായി പണി പൂർത്തിയായ 4 റീച്ചുകളുടെ ഉദ്ഘാടനം മെയ് 31 നടക്കുന്നു. ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. മറ്റ് റീച്ചുകളുടെ പണികളും അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 90-95% വരെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നു. പണി പൂർത്തിയായ 4 റീച്ചുകൾ മൊത്തം 143 കിലോമീറ്റർ ദൂരം മെയ് 31 ദേശീയപാത 66 ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ്. കേരളം ഏറ്റവും സന്തോഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അതുകൂടി പറയാം. ഇപ്പം ഈ 4 റീച്ചുകൾ തുറക്കുന്ന 4 റീച്ചുകൾ തലപ്പാടി ചെങ്കള 39 കിലോമീറ്റർ, വെങ്ങളം രാമനാട്ടുകര 28.4 കിലോമീറ്റർ, രാമനാട്ടുകര വളാഞ്ചേരി 39.68 കിലോമീറ്റർ, വളാഞ്ചേരി കാപ്പിരിക്കാട് 37.35 കിലോമീറ്റർ. അങ്ങനെ മൊത്തം 143 കിലോമീറ്റർ ദേശീയപാത 66 വീതി കൂട്ടിയത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ്. ഇത് ചെറിയ കാര്യമാണോ? എന്തുകൊണ്ട്? അതിൻ്റെ ചരിത്രം കൂടി നമ്മൾ കാണുക. രാജ്യമെമ്പാടും 60 മീറ്ററാണ് ദേശീയപാതയുടെ സ്റ്റാൻഡേർഡ് വീതി എന്ന് പറയുന്നത്. ചില സംസ്ഥാനങ്ങൾ 60-നും അപ്പുറത്ത് 70-ഉം 80-ഉം വരെ വീതി വേണം എന്ന് ദേശീയ പാത അതോറിറ്റിയോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സർക്കാർ കാട്ടിക്കൂട്ടിയത് എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, അത്യാവശ്യം അറിയാം. എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പം ഈ 60 മീറ്റർ ദേശീയപാതയെന്ന് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു അത് കേരളത്തിൽ നടക്കത്തില്ല, ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പിന്നെ ഭൂമിയുടെ അമിത വില, ഇതൊക്കെ നോക്കുമ്പോൾ 60 മീറ്റർ ഞങ്ങൾക്ക് പ്രായോഗികമല്ല, അതുകൊണ്ട് 45 മീറ്റർ ആക്കണമെന്ന് ഉമ്മൻചാണ്ടി അന്നത്തെ ദേശീയ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് പോയി നേരിട്ട് കണ്ടിട്ട് അഭ്യർത്ഥിച്ചു. അപ്പം നിതിൻ ഗഡ്കരി ചിരിച്ച്, എന്താ ഇത്, നമ്മൾ 60 മീറ്റർ ഉണ്ടാക്കാൻ തയ്യാറാണ്, നിങ്ങളപ്പോൾ 60 മീറ്റർ വേണ്ടെന്ന് പറയുകയാണ്. പല സംസ്ഥാനങ്ങളും ഈ 80, 70, 80 മീറ്റർ വരെ വേണമെന്ന് ഇങ്ങോട്ട് പറയുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അത് 60 വേണ്ട, 45 മീറ്റർ ആക്കണം. എന്തൊരു തമാശയാണിത് എന്ന് പറഞ്ഞിട്ട് നിതിൻ ഗഡ്കരി ഉമ്മൻചാണ്ടിയെ നോക്കി ചിരിച്ചു എന്നാണ് കേട്ടുകേൾവി. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. ശരി, അവസാനം ദേശീയപാത അതോറിറ്റി നിതിൻ ഗഡ്കരിയുടെ ഇടപെടലിനെ തുടർന്നത് 45 മീറ്റർ ആയിട്ട് കുറച്ചു. അപ്പം അതിന് ഭൂമി വേഗം ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളത് നിബന്ധന വന്നു. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ എത്ര ശ്രമിച്ചിട്ടും ഈ 45 മീറ്റർ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, സ്ഥലം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല. അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞു അതും പ്രായോഗികമല്ല, 30 മീറ്ററിൽ ദേശീയപാത ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളാണ് കേരളം ഭരിച്ച നമ്മുടെ ഉമ്മൻചാണ്ടി OC ഗവൺമെന്റ്, OC അല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇത് ചരിത്രമാണ്. അവസാനം ഇത്രയായപ്പം കേന്ദ്രം വീണ്ടും ചിരിച്ചു. അവർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ദേശീയപാത വികസന ഓഫീസ് അടച്ചു പൂട്ടി അവർ ദില്ലിയിലേക്ക് അവർ മടങ്ങി. ഉമ്മൻചാണ്ടി സർക്കാർ 2016 സ്ഥാനമൊഴിയുമ്പോൾ, അധികാരമിട്ടിറങ്ങുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ അതായിരുന്നു. അവർ ഫയലും മടക്കി, ഓഫീസും പൂട്ടി അവർ അവിടേക്ക് പോയി. അങ്ങനെ പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ 2016 മെയ് ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വരുന്നു. അപ്പോ ഈ വന്നപ്പോൾ ആദ്യം പിണറായി വിജയൻ ചെയ്തൊരു കാര്യം, ആദ്യം ഡൽഹി യാത്രയിൽ പോയിട്ട് നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടിട്ട് ഈ ചരിത്രം ഞങ്ങൾ പറയുന്നത് ഇത് ഒരു മാപ്രകൾ ഇത് കൊടുക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡൽഹിയിൽ പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് നിങ്ങൾ മടക്കിയ ഫയൽ ഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ പുതിയ ഡിമാൻഡ് വന്നു. മുമ്പായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ കുറച്ചുകൂടി ആർജവം കാണിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് ബാധ്യത വരാതെ കേന്ദ്രം തന്നെ, നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഇവിടെ ദേശീയപാത നിർമ്മിക്കുമായിരുന്നു. പൊട്ടിക്കെട്ടിപ്പോയത് കൊണ്ട് നിബന്ധനകൾ പുതുതായിട്ട് വന്നു. അപ്പൊ എന്താ, ഗഡ്കരി പറഞ്ഞു ഫയൽ റീഓപ്പൺ ചെയ്യാം, പക്ഷേ ഇനിയിപ്പോ ഭൂമി ഏറ്റെടുക്കൽ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ വിഹിതം വഹിച്ചാൽ മാത്രമേ ഈ പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്?
കേരളത്തിന്റെ മേൽ അങ്ങനെ 5500 കോടി രൂപയുടെ അധിക ഭാരം അടിച്ചേൽപ്പിച്ച സാഹചര്യം ഒരുക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. മനസ്സിലാക്കണം. ഈ 5500 കോടി രൂപ കടപരിധിയിലും പെടുത്തി കടമെടുക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയാത്ത കുരുക്ക് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഒന്ന്. രണ്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഉള്ള തുക ഒരു സംസ്ഥാനം നൽകുന്നത്. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്ത് നടന്നിട്ടില്ല ഇപ്പൊ വരെ. അപ്പൊ കേരളത്തിലെ ദേശീയപാത വികസനത്തിന്റെ 20% തുക കേരളം വഹിക്കുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഈ ഒരു നിബന്ധന കേന്ദ്രം വെച്ചിട്ടില്ല. ഇത്രയും അധിക ബാധ്യത കേരളത്തിന് തലയെ കൊണ്ട് കെട്ടിവെച്ചിട്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് കെട്ടിവെച്ചിട്ടും ഇപ്പൊ ദേശീയപാത ഈ 6-7 കൊല്ലം കൊണ്ട് യാഥാർത്ഥ്യമാകുന്നു. പണികളെല്ലാം തീരാറായി. പണി തീർന്ന റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. കെ സുരേന്ദ്രൻ, മുൻ BJP അധ്യക്ഷൻ, അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. പിണറായി സർക്കാർ വന്നിട്ട് ഈ വീണ്ടും ദേശീയപാത അതോറിറ്റിയായിട്ട് ചർച്ചയൊക്കെ നടത്തി പറഞ്ഞൊരു വാചകമുണ്ട്. കെ സുരേന്ദ്രനും ഇവിടുത്തെ BJP നേതാക്കൾ ഇപ്പൊ ചുമതലയേറ്റ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഇതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞ എന്തായിരുന്നു? അങ്ങ് നടത്തട്ടെ. ഈ ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനും പിണറായി വിജയൻ നടത്തി കാണിച്ചാൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കാം എന്നാണ് കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോ കെ സുരേന്ദ്രന് എന്ത് പറയാനുണ്ട്? ഇപ്പോൾ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്ക് എന്ത് പറയാനുണ്ട്? ഇവിടുത്തെ ബാക്കി സംഘപരിവാരങ്ങൾക്ക് BJPക്കും RSSനും എന്ത് പറയാനുണ്ട്? മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാം. പഴയ അധ്യക്ഷനും പുതിയ അധ്യക്ഷനും രാജീവ് ചന്ദ്രശേഖറും ഗെയിൽ പദ്ധതി നടപ്പാക്കിയില്ലേ? ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെ ലൈന് യാഥാർത്ഥ്യമായില്ലേ? അതിനകത്തുകൂടി ഗ്യാസ് പോകുന്നുണ്ടല്ലോ, LNG പോകുന്നുണ്ടല്ലോ, യാഥാർത്ഥ്യമായല്ലോ. ഇപ്പോഴെങ്കിലും പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിച്ചോ കെ സുരേന്ദ്രൻ, മറ്റ് BJPക്കാർ? ഇപ്പൊ ദേശീയപാത വികസനം യാഥാർത്ഥ്യമായല്ലോ. ഇത് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത്, ഔദ്യോഗിക പോസ്റ്റ്. നിങ്ങൾ മാറാത്തതിന് ഞങ്ങൾ എന്ത് വേണം? നിങ്ങൾ മാറാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ അല്ലെ LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാൻ പോണത്. നിങ്ങൾക്ക് തടയാനാവില്ല. ഈ നാട്ടിൽ നടക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ജനം കാണുന്നുണ്ട്. ഇവിടുത്തെ മാപ്രകൾ കാണുന്നില്ല, ഇവിടുത്തെ പ്രതിപക്ഷം കാണുന്നില്ല, BJP കാണുന്നില്ല, കോൺഗ്രസ് കാണുന്നില്ല. പക്ഷെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ഇത് ജനങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തൊക്കെയായിരുന്നു രണ്ടാമത് വീണ്ടും ദേശീയപാതയുടെ പണികൾ പിണറായി ഒന്നാം സർക്കാർ തുടങ്ങിയപ്പം സമര കോലാഹലം? അതുകൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സർവ മഴവിൽ സഖ്യങ്ങളും ഒന്നിച്ചു. പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന കുറെ കപട ബുദ്ധിജീവികളുണ്ട്. പിന്നെ അതായത് മഴവിൽ സഖ്യം, പിന്നെ BJPയും UDFകാരും കൂടി ഒരുമിച്ച് വേദി പങ്കിട്ടു ദേശീയപാത സ്ഥലമേറ്റെടുക്കലിനെ അതിനെതിരെ സമരം ചെയ്യാൻ. ഇവിടെ കണ്ണൂർ ജില്ലയിലെ കീഴാരും വയൽക്കിളി സമരം ഓർമ്മയുണ്ടല്ലോ. സർവ പിണറായി സർക്കാർ വിരുദ്ധരും ഒരുമിച്ച് വേദികളിലെത്തി. വയലിൽ കൂടെ അനുവദിക്കത്തില്ല വയൽക്കിളി സമരം. അവസാനം എന്തായി? സർവ സുഡാപ്പികൾ, ജമാഅത്ത് ഇസ്ലാമി, SDPI, BJP, കോൺഗ്രസ്, ലീഗ്, മറിച്ച് എല്ലാവരും കൂടി ഒരു ബിഗ് അംബ്രല, ഒരു വലിയ കൊടക്കീഴിൽ അങ്ങ് നിരന്നിട്ട് സർക്കാരിനെതിരെ സമരം ചെയ്തില്ലേ? സർക്കാർ മൈൻഡ് ചെയ്തില്ല, സ്ഥലമേറ്റെടുത്തു. ഇതായിപ്പം NH-66 വയൽക്കിളികൾ നടത്തിയ സമരം നടത്തിയ കീഴാറ്റൂർ കൂടിയിട്ടാണ് ഇപ്പം അതിൻ്റെ പണി പൂർത്തിയായി പോകുന്നത് എന്നുകൂടി ഈ സമരം ചെയ്തവർ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് കെ സുരേന്ദ്രനോടും പുതിയ നേതാക്കളോടും BJPയുടെ പുതിയ അധ്യക്ഷനോടും ഒക്കെ ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ബാക്കി പണികളോട് ഇപ്പോൾ ഉടനെ 1 മാസം മാക്സിമം 2 മാസത്തിനകത്ത് തീർന്നിട്ട് അങ്ങ് വടക്ക് മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങ് തെക്ക് അങ്ങ് അറ്റത്ത് വരെ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദേശീയപാത, വീതി കൂട്ടിയ ദേശീയപാത യാഥാർത്ഥ്യമാകുകയാണ്. അതിന് ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.
അത് പിണറായി സർക്കാർ, ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരും. പിണറായി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂട്ടിപ്പോയ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്റ്റ് പിന്നെ തുറക്കാൻ പറ്റുമായിരുന്നു? ഒരൊറ്റ ചോദ്യം മതി. അതിന് ഉത്തരം പറയാൻ ഇവിടുത്തെ മാപ്രകൾ തയ്യാറുണ്ടോ? ഇവിടുത്തെ BJP തയ്യാറുണ്ടോ? ഇവിടുത്തെ കോൺഗ്രസ് തയ്യാറുണ്ടോ? ഇവിടെ സർവ്വ സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമി മറ്റേ മറിച്ച് എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്, ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചോദിക്കുകയാണ്. ചോദിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഇതൊക്കെ ഒതുക്കാൻ മാപ്രകൾക്ക് വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരമുണ്ടെങ്കിൽ പറയണം.